സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ നേതാക്കളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ പാർട്ടിയിൽ സ്ഥാനം ലഭിക്കുന്നുള്ളൂ. തൻ്റെ കൈവശമുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടാൽ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും സിമി റോസ്ബെൽ ജോൺ പറയുന്നു. ഒരു വനിതയായതുകൊണ്ട് ആ വനിതയോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഈ ജില്ലയിൽ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തില്ല ഇല്ലേ. ഈ നമ്മുടെ മേയർ എന്നോടൊരു ദിവസം പറഞ്ഞു, ഞാനിവിടെ MP ഒക്കെ താളത്തിന് തുള്ളാത്തത് കൊണ്ടാണ്, അതെൻ്റെ മൊബൈലിലുണ്ട്, താളത്തിന് തുള്ളാത്തതുകൊണ്ട് എന്നോട് മാറാൻ പറഞ്ഞ് ഞാൻ മാറിക്കൊടുത്തില്ല എന്ന്. വേറൊരാളുടെ പേരും കൂടി പറഞ്ഞു, ഒരു നേതാവിനെ. ഞാൻ പറയുന്നില്ല അതൊന്നും, അതെൻ്റെ മാന്യതയാണെന്ന് മാത്രം വിചാരിക്കുക. ഞാൻ ഈ മൊബൈൽ റെക്കോർഡ് പുറത്ത് വിട്ടാലുണ്ടല്ലോ പലതും സംഭവിക്കും, എൻ്റെ ജീവന് പോലും ചിലപ്പോൾ ഭീഷണി ഉണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അന്തസ്സോടും അഭിമാനത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്താനുള്ള വഴി ഉണ്ടാവണം. ഞങ്ങളുടെ ആ കാലഘട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, നേരത്തെ KPCCക്ക് മുന്നിൽ, ഇന്ദിരാഭവന് മുന്നിൽ മുടിമുറിക്കേണ്ട സാഹചര്യം പോലും മുൻ കോൺഗ്രസ് വനിതാ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. എന്തൊക്കെ ഗൗരവമായ കാര്യങ്ങളാണ് സിമി റോസ്ബെൽ പറഞ്ഞത്? അജിംഷാദ് അക്ഷരത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് സിമി റോസ്ബെൽ. ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിൽ സ്ത്രീകൾ വലിയ തരത്തിൽ വിവേചനം നേരിടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രായമായ വനിതകളോട് വളരെ മോശമായാണ് പലരും പെരുമാറുന്നത്. അവരെ തീർത്തും അവഗണിക്കുന്ന സമീപനം ഉണ്ടാകുന്നു. വലിയ തരത്തിൽ ലിംഗവിവേചനം കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പലരെയും സ്ത്രീകളെയും അവഗണിക്കുമ്പോൾ ചില സ്ഥാനങ്ങളിൽ സ്ത്രീകൾ വരുന്നുമുണ്ട്. അതെല്ലാം എന്ത് താല്പര്യപ്രകാരമാണ് എന്നുള്ളത് തനിക്കറിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് തന്നെ സിമി റോസ്ബെൽ അക്കാര്യം എടുത്തു പറയുകയുണ്ടായി. പലരും ഒട്ടും തന്നെ പ്രവർത്തന പാരമ്പര്യം ഇല്ലാത്ത ആളാണ്. താനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ജൂനിയറായ പലരെയും ഇപ്പോൾ പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതെല്ലാം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരൊറ്റ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ അവരെല്ലാം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നത് എന്നൊരാക്ഷേപം കൂടി സിമി റോസ്ബെൽ ഉന്നയിക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് വലിയ പ്രവർത്തന പാരമ്പര്യം ഉള്ള ആളല്ല, പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരുന്നു. തന്നെ തീർത്തും അവഗണിക്കുന്നു. ഇവിടെ തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റ വനിതയ്ക്ക് പോലും എറണാകുളത്ത് സീറ്റ് നൽകാതെ തീർത്തും അവഗണിക്കുന്നു. ഇനി സീറ്റ് നൽകിയാൽ തന്നെ അത് തോൽക്കുന്ന സീറ്റിലേക്കാണ് അവരെ പരിഗണിക്കുന്നത്. അതിലുപരി അവർ വലിയൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തു വരുന്നൊരു സമയമാണ്. അത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ച്, അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കൂടി സിമി റോസ്ബെൽ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, പക്ഷേ പലരും തന്നോട് അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെറുപ്പക്കാരായ വനിതകൾ അവരുടെ സീനിയറായിട്ടുള്ള ആളുകളോടും ഒപ്പം തൻ്റെ അതേ കാലഘട്ടത്തിൽ ഈ പാർട്ടിയിലേക്ക് വന്നവർ അവർക്കും അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരാണ് അങ്ങനെ തന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ, ഫോൺ സംഭാഷണങ്ങൾ ഒക്കെ തൻ്റെ കൈവശം ഉണ്ട് എന്ന് സിമി റോസ്ബെൽ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അത് ആരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ മോശം അനുഭവം ഉണ്ടായതെന്ന് എടുത്തു വയ്ക്കേണ്ടത്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ തുറന്നു പറയുന്നത് മോശമാണ്. അങ്ങനെ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത് അവർ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അക്കാര്യവും പറയുകയുണ്ടായി. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊരു വനിതാ മേയറെക്കുറിച്ചാണ് സിമി റോസ്ബെൽ അത് പറഞ്ഞത്. മേയർ ഇത്തരത്തിൽ മേയറോട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ വേണ്ടി MP നിർദ്ദേശിച്ചു. അതിന് കാരണം MP താളത്തിനനുസരിച്ച് തുള്ളാത്തത് കൊണ്ടാണ് തന്നോട് മാറാൻ പറഞ്ഞത്. പക്ഷേ താനത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ആ മേയർ തന്നോട് പറഞ്ഞതായി പറയുന്നത്. ഒപ്പം മേയർ മറ്റൊരാളുടെ പേര് കൂടി പറഞ്ഞു. അത് മാന്യത കണക്കിലെടുത്ത് മേയർ നിലനിൽക്കുന്ന സ്ഥലത്ത് അതെ, അവരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും എറണാകുളം MP ഈ 2 പേർക്കുമെതിരെയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. ഇവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇക്കാര്യത്തിൽ ഇടപെട്ടതാണ്. അദ്ദേഹത്തിന് തൻ്റെ പ്രവർത്തന പരിചയത്തെക്കുറിച്ച് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഏകപക്ഷീയമായി VD സതീശൻ കാര്യങ്ങൾ എറണാകുളം ജില്ലയിൽ തീരുമാനിക്കുകയാണ്. അത് എറണാകുളത്ത് മാത്രമല്ല, മൊത്തം പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നൊരു തരത്തിലുള്ള സമീപനം VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയുടെ കാര്യവും എടുത്തു പറയുകയുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് 8 വർഷമാകുമ്പോഴേക്കും അവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല, ഇവിടെ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് 130ഓളം സ്ത്രീകളെ വേദിയിൽ കയറ്റി, പക്ഷെ തന്നെ അവഗണിക്കുന്ന സമീപനം ഉണ്ടായി. അപ്പോൾ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. അത്തരത്തിൽ
മോശം അനുഭവങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത് തിരുത്തപ്പെടണം. അങ്ങനെയുള്ള പല ദുരനുഭവം കൊണ്ടാണ് പണ്ട് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളും സിമി റോസ്ബൽ കാണിക്കുകയുണ്ടായി. മുതിർന്ന സ്ത്രീകളോട് പ്രവർത്തന പരിചയമുള്ളവരാണെങ്കിൽ കൂടി അവരോട് വലിയ വിവേചനവും നമ്മളത് ചോദിച്ചു അജിംഷാദ്. പക്ഷേ ഈ ഘട്ടത്തിൽ താൻ പാർട്ടി വിടുന്നില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത്. പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഇതിനൊരു ശബ്ദമായി എതിർ ശബ്ദമായി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായി അതിൽ പ്രതിഷേധിക്കും. പാർട്ടിക്കകത്തുനിന്ന് തന്നെ എതിരെ പോരാടാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സിമി റോസ്ബൽ വ്യക്തമാക്കിയത്. അതായത് ഈ പവർ ഗ്രൂപ്പ്, അതായത് KPCCയിലും ഒരു പവർ ഗ്രൂപ്പുണ്ട്, കോൺഗ്രസിലും ഒരു പവർ ഗ്രൂപ്പുണ്ട്, അത് വനിതകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അടിച്ചമർത്തുന്ന രീതി എന്ന സിമി റോസ്ബൽ എന്ന മുതിർന്ന നേതാവിൻ്റെ തുറന്നു പറച്ചിൽ വളരെ ഗൗരവമാണ്. മാത്രമല്ല ശബ്ദ സന്ദേശമുണ്ട് തെളിവായി അവർ പറയുന്നു. ഉമേഷ്, അതെ, അത് KPCC പ്രസിഡന്റും താനുമായി സംസാരിച്ച അടക്കമുള്ള പ്രധാനപ്പെട്ട ശബ്ദരേഖകളുണ്ട്. അതിൽ ഈ VD സതീശനെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളുണ്ട്. VD സതീശൻ്റെ ഈ അപ്രമാദിത്വം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് KPCC പ്രസിഡന്റ് സമ്മതിക്കുക വരെ ചെയ്തു എന്നുള്ളതാണ് സിമി റോസ്ബൽ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ ഉള്ള ശബ്ദരേഖകളുണ്ട്. നിലവിൽ ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരൊറ്റ വനിത പോലും ഇപ്പോഴില്ല. നേരത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വനിതയുണ്ടായിരുന്നു. പക്ഷേ ഈ പത്മജ വേണുഗോപാൽ പോയ ശേഷം ആ സ്ഥാനത്തൊരു വനിതയില്ല. എന്നാൽ ചില സ്ഥാനങ്ങളിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരുന്നു. അങ്ങനെ ചില പരിഗണനകൾ ചില വനിതകൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം അതിനോട് ചേർത്താണ് അവർ ചൂണ്ടിക്കാണിച്ചത് ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് അങ്ങനെ അനുഭവം ഇല്ലെങ്കിലും അങ്ങനെ ദുരനുഭവം ഉണ്ടായവർ ഈ പാർട്ടിയിലുണ്ട്. അത് പലരും തന്നോട് അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരാണ് അക്കാര്യം തന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട ശബ്ദരേഖകൾ ഉണ്ട്. ആ ശബ്ദരേഖകളൊക്കെ പുറത്തുവിട്ടാൽ പലതും സംഭവിക്കും എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മാഭിമാനത്തോടെയും അന്തസ്സോടെയും വനിതാ പ്രവർത്തകർക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യവും അന്തരീക്ഷവും ഉണ്ടാകണം എന്ന് തന്നെയാണ് സിമി റോസ്ബൽ ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായും ഉമേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.